മദീന ബസ് അപകടത്തിൽ മരിച്ച 46 പേരുടെ കബറടക്കം പൂർത്തിയായി. 45 ഹൈദരാബാദ് സ്വദേശികളുടെ മൃതദേഹവും കബറടക്കി. മദീനയിലെ ജന്നത്തുൽ ബഖീലിലാണ് മരിച്ചവർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. മദീന പ്രവാചക പള്ളിയിലെ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ പങ്കെടുത്തു. സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായോ? ദിവ്യ, ചടങ്ങുകളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 46 പേരുടെ ഖബറടക്കമാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ 45 പേർ ഇന്ത്യക്കാരായ ഹൈദരാബാദ് സ്വദേശികളാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ വാഹനം ഇന്ധന ടാങ്കറുമായി ഇടിക്കുന്നത്. ഇന്ധന ടാങ്കർ ബസ്സിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ 2 വാഹനങ്ങളിലും തീ പിടിക്കുകയും മുഴുവൻ ആളുകളും, അതിൽ ഒരാളൊഴികെ മുഴുവൻ ആളുകളും മരണപ്പെടുകയും ചെയ്തു. അതിൽ ഒരാൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ മുഴുവൻ പേരുടെയും ബന്ധുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മദീനയിൽ എത്തിയിരുന്നു. തെലങ്കാന ഭരണകൂടത്തിന്റെ ചിലവിലാണ് ഈ ആളുകൾ എത്തിയത്. അവർ ഇവിടെ എത്തുകയും അവരുടെ DNA പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ തിരിച്ചറിഞ്ഞ 45 ഹൈദരാബാദ് സ്വദേശികളുടെ മൃതദേഹവും ഇന്ന് മദീനയിൽ ഖബറടക്കിയിരിക്കുന്നു. മദീനയിലെ പ്രവാചക പള്ളിയിൽ വെച്ചായിരുന്നു ഇവരുടെ മയ്യത്ത്, അതായത് ഇവരുടെ പ്രാർത്ഥന ചടങ്ങുകൾ നടന്നത്. ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഇന്ന് മദീനയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം മദീന പള്ളിയോട് തന്നെ ചേർന്നുള്ള പ്രവാചക അനുചരന്മാരെല്ലാവരും, ഒപ്പം തന്നെ പ്രവാചകന്റെ കുടുംബങ്ങളെല്ലാം തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖീലാണ് ഈ 46 പേരുടെയും മൃതദേഹം ഒരുപോലെ ഇപ്പോൾ ഖബറടക്കിയിരിക്കുന്നത്. വലിയ പ്രയാസമുണ്ടാക്കിയ ഒരു ദിവസങ്ങളാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു പോയത്. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ സൗദി വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും 2 ഭരണകൂടവും ഏകോപനം നടത്തിക്കൊണ്ടുള്ള അതിവേഗത്തിലുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കുകയും ഇപ്പോൾ അത് ഖബറടക്കം വരെ എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവരുടെ ബന്ധുക്കൾ, സൗദിയിലെത്തിയ ബന്ധുക്കൾ ഇനി ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി സൗദിയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങും. ദിവ്യ.